നിങ്ങൾ കണ്ടുവോ? ഇത് ചട്ടികളിലായി നട്ടിട്ടുള്ള ബുഷ് പെപ്പർ ചെടിയിൽ ഇഷ്ടം പോലെ കായ് പിടിച്ചിട്ടുണ്ട്. ഇനിയും പുതിയതായി തിരികൾ ഉണ്ടാകുന്നുമുണ്ട്. തണ്ടുകളിലേക്ക് നല്ല സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ ഈ ചെടി നന്നായി കായ്ക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഡയറക്റ്റ് സൂര്യപ്രകാശത്തിൽ ഇത് വയ്ക്കരുത്. ഞാൻ ഈ ചെടിയുടെ നേരെ മുകളിലായി ഗ്രീൻ നെറ്റ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. മാസത്തിൽ ഒരിക്കൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ ചാണകപ്പൊടി എന്നിവ ഇതിന് ഇട്ടുകൊടുക്കാറുണ്ട്. ചെടിയിൽ ഉണ്ടായി വരുന്ന തിരികളും ഇലകളും നനയുന്ന വിധത്തിലാണ് ഞാൻ ഇവയ്ക്ക് നനച്ചു കൊടുക്കാറ്. ചട്ടിയിൽ നല്ല നീർവാർച്ച ഉണ്ടായിരിക്കണം. ജലത്തിലൂടെയാണ് കുരുമുളകിൻ്റെ പോളിനേഷൻ നടക്കുക. അതുകൊണ്ട് തന്നെ തിരികളിൽ നനയുന്ന വിധത്തിലായിരിക്കണം നന കൊടുക്കേണ്ടത്. ചെടിയുടെ താഴേക്ക് വീണ് കിടക്കുന്ന തണ്ടുകളെല്ലാം ചരടുപയോഗിച്ച് താങ്ങിലേക്ക് കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ കെട്ടി നിർത്തിയാൽ തണ്ടിലേക്ക് ഡയറക്റ്റ് ആയി സൂര്യപ്രകാശം അടിച്ചോളും. രാവിലെയും ഉച്ചതിരിഞ്ഞും കിട്ടുന്ന ഇളവെയിൽ ഇതിന് ഏറ്റവും നല്ലതാണ്. രാവിലെ 11 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3-3:30 വരെ ഉള്ള വെയിൽ ഇതിന് കൊള്ളാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാസത്തിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും വളം, അതായത് കാലിവളം മുതലായവ ഇതിന് ഇട്ടുകൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ഇടയ്ക്കിടെ വേപ്പിൻ പിണ്ണാക്കും ഇട്ടുകൊടുക്കണം. ഒരു വീട്ടിലേക്ക് ആവശ്യമായ കുരുമുളകും അതിലധികവും 2 ചട്ടി കുറ്റി കുരുമുളകിൽ നിന്നും നമുക്ക് ലഭിക്കും. നിങ്ങളും ഇതുപോലെ കുറ്റി കുരുമുളക് കൃഷി ചെയ്തു നോക്കൂ. കൂടുതൽ കുരുമുളക് ചെടികൾ നട്ട് ആവശ്യത്തിൽ കൂടുതലുള്ള കുരുമുളക് സെയിൽ ചെയ്ത് നമുക്ക് ഒരു വരുമാന മാർഗവും ഉണ്ടാക്കാം.